ഇടത് സൈഡ് ഇങ്ങനെ ഒരു പുളിയുള്ള ഒരു എന്തോ ഒരു ദ്രാവകം ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്. എന്താ ആ പിന്നെ കിട്ടിയോ? ആ പുളിയും ആ ചവർപ്പും ഒക്കെ ഉള്ള ഒരു പ്രത്യേക രുചിയല്ലേ? ആ ഇടത് സൈഡ് നാക്കിന്റെ ഇടത് ആ, സൈഡ് ഓക്കെ. എന്നാണ്. ആ, ഓക്കെ. അതാണ് അമൃത് എന്ന് പറയുന്നത്. നിങ്ങള് പിന്നെ ഒരു വട്ടം അണ്ണാക്കുന്ന് വേറൊരു ടേസ്റ്റ് ഉള്ളൊരു ആ അത് സംഭവവും. അത് തന്നെയാണ്. അതാണ് അമൃത്. നിങ്ങളുടെ സഹസ്രാരം ആക്റ്റീവായി തുടങ്ങുന്നതുകൊണ്ട് അപ്പോൾ വരുന്നതാണ്. ആ അത് കേട്ടോ? ശരി. പിന്നെ ഈ ഇതിങ്ങനെ ഒന്നും ചെയ്യണത് കൊണ്ട് തലന്റെ ഫുള്ളൊരു വിങ്ങല് പോലെയാണ്. ഈ ആ ചെവിന്റെ അതന്നെയാണ്. ഭാഗത്ത്, ആ തലന്റെ, അത് കണ്ണിന്റെ അവിടെയൊക്കെ. മുകളിലേക്ക് സഹസ്രാരത്തിലേക്ക് എനർജി വന്ന് നിറയുന്നതുകൊണ്ടാണ്. ആ അങ്ങനെ എനർജി വന്ന് നിറഞ്ഞിട്ട് പീനിയൽ ഗ്ലാൻഡ് ആക്റ്റീവ് ആവുമ്പോൾ ആ അതിന്ന് വരുന്ന ഹോർമോണാണത്. അത് ഞാൻ നോൽമ്പ് നോൽക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അത് ഇറക്കണോണ്ട് കുഴപ്പമില്ലല്ലോ? അത് ഇറക്കാനൊന്നും കഴിയില്ല. അത് നിങ്ങൾക്ക് രുചിക്കാൻ പറ്റുന്ന രുചി മാത്രമേ അറിയുള്ളൂ. അത് പിന്നെ അതിനൊരു ചെറിയൊരു തിക്നെസ് ഉണ്ട്, സാധാ ഉമിനീര് അതന്നെയാണ് പോലെയല്ല. തിക്നെസ് ആണ്. ഉമിനീരല്ല അത്. അത് അപ്പൊ നിങ്ങളുടെ അത് നാഡി കൂടെയാണ് ഒഴുകുന്നത്, അല്ലാതെ നിങ്ങളുടെ വായിൽ കൂടെ അല്ല. ആ വായിൽ തൊണ്ടയിൽ അതിന്റെ രുചി അറിയുന്നേ ഉള്ളൂ. പക്ഷെ ആ അതൊരിക്കലും ആ നിങ്ങൾക്ക് ഇറക്കാനോ, അത് ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അത് അങ്ങനെ പോവും. അത് ആ നിങ്ങൾ ആ വിചാരിച്ചാൽ തുപ്പിക്കളയാനൊന്നും പറ്റില്ല. ഓക്കെ. അപ്പൊ അത് തുപ്പണത് പക്ഷെ ഉമിനീര് മാത്രമായിരിക്കും. നാവിന്റെ ഇടത് സൈഡിൽ നിന്ന് വരുന്നത് വേറെ അങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. അത് ഇതൊന്നും നമ്മളെ നിർബന്ധിച്ചിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുന്നതല്ല. അതൊക്കെ തനിയെ നാഡികൾ ഉണർന്നു വരുമ്പോൾ തനിയെ സംഭവിക്കുന്നതാണ്. അപ്പോൾ ആ തൊണ്ടയിൽ കൂടെ വരും അത്. ആ ആ ആ മുഴുവനായിട്ട് ആക്റ്റീവ് ആകുമ്പോൾ. ആ ഇപ്പോൾ ക്രിയ ചെയ്തിട്ട് എത്ര ദിവസമായി? കഴിഞ്ഞ ഈ ജനുവരി 4-നുള്ള ക്ലാസ്സിലാണ് ഞാൻ അപ്പോൾ പങ്കെടുത്തത്. ഒരു മാസം കഴിഞ്ഞ് 2 മാസം ആ ആവുന്നല്ലേ? ആ ആ അപ്പോഴേക്കും ഡെയിലി ഇവിടെ എത്തിയല്ലോ. ചെയ്യലുണ്ട്. ഡെയിലി വെരി ചെയ്യലുണ്ട്. ഗുഡ്, ദിവസം വെരി ഞാൻ ഗുഡ്, വെരി ഗുഡ്. മുടക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അനുഭവങ്ങൾ ഇനിയും കിട്ടും കേട്ടോ. എന്തായാലും ഇത്ര പെട്ടെന്നൊക്കെ ഇതൊക്കെ ഒരു ജന്മം കൊണ്ടും 2 ജന്മം കൊണ്ടും എത്രയോ ജന്മം കൊണ്ടും കിട്ടുന്ന അവസ്ഥയാണ്. പക്ഷെ എനിക്ക് മൈൻഡ് ഒക്കെ ഭയങ്കര റിലാക്സ് ആയിരുന്നു. പക്ഷെ വേറെ ആൾക്കാർ പറയണ രീതിയിലുള്ള പ്രത്യേക അതാണ് നോക്കണ്ടു. ഞാൻ അനുഭവങ്ങളൊന്നും അതല്ലേ പറഞ്ഞു, മറ്റ് ഉണ്ടായി. അനുഭവങ്ങളെ അല്ല നോക്കണ്ടത്. ആ മൈൻഡ് ആ റിലാക്സ് ആവുന്നതാണ് നമുക്കുള്ള സൂചന. അതൊക്കെയാണ്. അത് എത്രയോ മാറ്റാണ്. അത് കാരണം മാത്രമേ നോക്കാവൂ. എനിക്ക് ഒക്കെ ഭയങ്കര ദേഷ്യം, ഭയങ്കര ഇപ്പൊക്കെ നമ്മളെ കൺട്രോളിൽ ഇങ്ങനെ വെരി എല്ലാം ഗുഡ്. ചെയ്യാൻ കഴിയുന്നുണ്ട്. ഒക്കെ നമ്മളെ കൺട്രോളിൽ, നമ്മളെ ഒരു പരിധിയിലേറെ നമുക്ക് ആരോടൊന്നും എല്ലാം പറയാൻ. വെച്ച് ആ ആ ജീവിതം വളരെ ഈസി ആവും. ശരിയാണ്. എല്ലാം നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് തന്നെയാണ് വേണ്ടത്. ഈ അപ്പൊ ആനന്ദമാണ് അനുഭവിക്കുന്നത്. അതൊക്കെ ശരി. പക്ഷെ ഇതിന് കുഴപ്പമില്ലല്ലോ? ഈ ഒരു പുളിപ്പ് ഇങ്ങനെ ഏത് നേരം വന്ന് അതാണ് ഞാൻ നിൽക്കും. പറഞ്ഞത്. കുഴപ്പമില്ല എന്നല്ല, അതല്ല, അതാണ് വേണ്ടത്. ആ ആ അപ്പൊ വേറെ കാര്യങ്ങളൊന്നും എനിക്കില്ലേ? ഇതാണ് എനിക്ക് ഉണ്ടായത്. അതാ ഞാൻ ചോദിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആ പിന്നെ അനുഭവങ്ങളെ ഒന്നും പിന്നെ മറ്റ് കൊറേ അനുഭവങ്ങളായിട്ട് ദിവസമായിട്ട് നോക്കണ്ട. ഈ തൊണ്ടയിൽ ഇങ്ങനെ എന്തോ കെട്ടി കിടക്കണ പോലെ ഇങ്ങനെ കൊറേ ദിവസമായിട്ട് ഉണ്ടായിരുന്നു. അതിപ്പോ മാറി. ആ ഇപ്പൊ തലേന്റെ അത് ഉള്ളിലാണ്. ആ എനർജി അവിടെ വന്ന് നിൽക്കുന്നതുകൊണ്ടുള്ള സമ്മർദ്ദമാണ് തൊണ്ടയിൽ നിങ്ങൾക്ക് ആ ഉണ്ടാകുന്ന ആ ഒരു ബലം. ആ അതിപ്പോ അവിടുന്ന് ആ ഗ്രന്ഥിയും ഭേദിച്ച് മുകളിലേക്ക് എത്തി, ആ ആ സഹസ്രാരത്തിലേക്ക് എത്തി. ആ കേട്ടോ? ആ സഹസ്രാരം ഇപ്പോൾ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ വളരെ വേഗം ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ സാർ. ഞാൻ സാറ് പൂർണ്ണമായ ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ആ ഓ സാറെത്തുന്നത് കേൾക്കുമ്പോ അതിനു വേണ്ടിട്ട് ഞാൻ വിളിച്ചത്. അപ്പൊ ഓ, അത് ശരിയാണോന്ന് സന്തോഷം. അറിയാം. ആ അതെ. എല്ലാം അനുഭവിക്കൂ. ജീവിതത്തിന്റെ ആ ലക്ഷ്യം എന്താണെന്നുള്ളതിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ആനന്ദം അനുഭവിക്കൂ കേട്ടോ. ആ ജീവിതം എന്താണെന്നുള്ളത്, ഓക്കെ ഓക്കെ ജീവിതത്തിന്റെ ആനന്ദം. യഥാർത്ഥത്തിൽ എല്ലാ ജീവികളും ഈ ആനന്ദത്തിലാണ് ഓക്കെ ജനിക്കുന്നത്, ജീവിക്കുന്നത്. ഓക്കെ ആ മനുഷ്യന് ഈ മനസ്സ് കാരണം അത് അനുഭവിക്കാൻ പറ്റുന്നില്ല. ആ ഇപ്പൊ നിങ്ങളുടെ മനസ്സ് എന്നത് നിന്ന് നിന്ന് വരികയാണ്, കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു. പിന്നെ അപ്പൊ രാത്രി മിനിഞ്ഞാന്ന് രാത്രി കിടന്നപ്പം ഒരു 2 സെക്കൻഡ് ശരീരം ഫുള്ള് ഇങ്ങോട്ട് കുളിര് ഫ്രീസായി, കോരുന്ന മാതിരി, ഒറ്റ ഫ്രീസായതല്ലേ? 2 സെക്കൻഡ് മാത്രം ആ ഒരു കുളിര് കോരൂല നമുക്ക് ശരീരം അതായത് ഒരു. നിശ്ചലമാവാണ് ശരീരം ടോട്ടലി. ആ ആ നിങ്ങൾ ആ സമാധി അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ സൂചനയാണ്. ആ പൂർണ്ണമായിട്ട് നിങ്ങൾ വേറെ ഒരു അത് കാല് മുതൽ കേന്ദ്രത്തിലെത്തിയ പോലെ. തല വരെ ഇങ്ങനെ നന്നായിട്ടൊരു കുളിര് കോര്. ഒരു 2 സെക്കൻഡ് മാത്രമേ അത് ഉണ്ടായിട്ടുള്ളൂ. അത് സ്ഥിരമായിട്ട് കിട്ടും ഇനി കുറച്ച് കാലം കഴിഞ്ഞ് കേട്ടോ. ആ ഓക്കെ. അതാണ് സമാധി എന്ന് പറയുന്നത്. ആ ആ സമാധിയുടെ അവസ്ഥ. അപ്പോൾ ശരീരവും ഉം, ഉം. മനസ്സും
പൂർണ്ണമായി നിശ്ചലമാവുക. ആ, ബോധം മാത്രം തിളങ്ങി നിൽക്കും. ആ. ശരി സാർ, ഞാനിത് അറിയാൻ വേണ്ടിട്ട് ഓ, സംസാരിച്ചു. സന്തോഷം കേട്ടത്. ഓക്കെ. തുടർന്ന് ചെയ്യൂ. വേഗം അടുത്ത ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ. ഓക്കെ സാർ, ശരി. പൂർണ്ണതയിലേക്ക് എത്തട്ടെ. ഓക്കെ. അമിതമായ ക്ഷീണം, ഉറക്കമില്ലായ്മ, വിഷാദം, ഉത്കണ്ഠ, ഉറക്കം തൂങ്ങൽ, ഉറക്കമില്ലായ്മ, ഏകാഗ്രതക്കുറവ്, ആത്മവിശ്വാസമില്ലായ്മ, അമിതമായ കോപം, കൂർക്കം വലി തുടങ്ങിയ അനേകം അസുഖങ്ങൾ സ്വയം പരിഹരിക്കാം ദിവസവും അരമണിക്കൂർ പ്രാണായാമ അഭ്യസനത്തിലൂടെ. ഏകദിന പ്രാണായാമ പരിശീലനം ഞായറാഴ്ച രാവിലെ 7:30 മുതൽ 9:30 വരെ. താല്പര്യമുള്ളവർ 9895610455 എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക.